സലാലയിൽ നിന്നും നേരെ തുമ്പ്രത്തേക്ക് നട്ടുച്ചയ്ക്കൊരു യാത്ര. ഈ സമയത്തും ഇതുവഴി പോകാൻ എന്താ രസമെന്നറിയ കാണാൻ. അടിപൊളിയാണ്. രണ്ട് വശത്തും മല കീറി മുറിച്ചതുപോലെയുള്ള റോഡുകൾ. നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിലത്തും ഇതുവഴി യാത്ര ചെയ്യാൻ നമ്മൾ ഈ വെയിലിൻ്റെ കാഠിന്യം അറിയില്ല. അത്ര രസത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഈ റോഡ് ഇരുവശങ്ങൾ കണ്ടോ, രണ്ടും കുത്തനെയുള്ള മലകളാണ്. ഈ മലകൾ നടുവശം കൂടി കീറി മുറിച്ചിട്ടാണ് ഈ റോഡ് പണിഞ്ഞേക്കുന്നത്. ഏകദേശം സലാല തുമ്രയത്ത് റോഡ് ഏകദേശം 72 കിലോമീറ്ററോളം. ഈ 72 കിലോമീറ്ററോളം ദൂരവും ഇങ്ങനെയാണ്. കുറേ ഭാഗങ്ങൾ റോഡ് നല്ല സ്ട്രെയിറ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല വളവ് വരും, അതുപോലെ വലിയ മലനിരകൾ വരും. താഴോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അഗാധമായ ഗർത്തങ്ങൾ പോലെയാണ്. ഇവിടെയൊക്കെ ഈ മഴ സമയം വരുമ്പോഴത്തേക്ക്, അതായത് സലാല ഖരീഫ് സീസൺ വരുന്ന സമയത്ത് ഇവിടെ മൊത്തവും പച്ചപ്പായിരിക്കും. ഈ സൈഡിൽ കാണുന്ന ഈ മരങ്ങളും അതുപോലെ ആ താഴെ കാണുന്ന ആ താഴ്വാരം മൊത്തവും ഫുള്ള് പച്ചപ്പായിരിക്കും. നമ്മൾ പോകുമ്പോൾ ഏകദേശം നമുക്ക് മൂന്നാറിൽ പോകുന്നൊരു പ്രതീതി ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു മൂന്നാറിനേക്കാളൊക്കെ ഭയങ്കര അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഇവിടെ ഈ സമയങ്ങളിൽ, അതായത് ഖരീഫിൻ്റെ സമയങ്ങളിൽ. നല്ല ഭയങ്കര വൈബാണ്. നമുക്കിപ്പോൾ ഈ റൂട്ട് പിടിച്ച് ഇങ്ങനെ പോകുമ്പോഴും അത് സലാലയുടെ ഏത് ഭാഗത്തും നമ്മൾ ഈ ഖരീഫ് സമയത്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മെയ് ലാസ്റ്റ് ജൂൺ മുതൽ ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ഈ ഭാഗങ്ങളിലെ യാത്ര അതിസുന്ദരമാണ്. ഇതിപ്പോൾ നമ്മുടെ പക്ക നല്ല വെയിലുള്ള സമയങ്ങളിൽ തണുപ്പൊക്കെ മാറി വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള യാത്രയാണ്. തുമ്രയത്ത് വരെ ഇത് കണ്ടോ, ആ താഴെ എന്തോരം മലകളാണറിയോ ഇടിച്ച് നിരത്തി റോഡാക്കിയിരിക്കുന്നത്. ആ റോഡിൻ്റെ ആ ഒരു പോക്ക് തന്നെയാണ് എന്താ രസമാണെന്നറിയോ കാണാൻ. ഭയങ്കര വൈബ് എന്ന് വെച്ചാൽ ഭയങ്കര വൈബാണ്, അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ സലാലയിൽ വയ്ക്കുന്ന ആൾക്കാർ തുമ്രയത്ത് വഴി നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യണം. സ്വസ്ഥമായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആസ്വദിച്ച് പോകാൻ കഴിയും. അത്രയും സുന്ദരമാണ്.